നമ്മുടെ നാട്ടിൽ 3 തരം ആളുകളുണ്ട്. ഒന്ന്, നന്നായി ഇൽമുള്ളവരാണ്. ആ ഇൽമ് അവർ പഠിക്കും, അവർ കേൾക്കും, ഖുതുബയിലൂടെ, ക്ലാസ്സുകളിലൂടെ, പുസ്തകങ്ങളിലൂടെ, ഓൺലൈൻ മീഡിയകളിലൂടെ ധാരാളം അറിവ് നേടും. നേടിയ അറിവ് അമലു സ്വാലിഹാത്തായി കൊണ്ട് അവർ പ്രവർത്തിക്കുകയും ചെയ്യും. പള്ളിയിലേക്ക് നേരത്തെ വരണം, ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് എത്തണമെന്ന് ഇൽമുണ്ട്, അവർ നേരത്തെ വരികയും ചെയ്യും. ജമാഅത്ത് നമസ്കാരമാണ് എനിക്ക് ബാധ്യത എന്ന ഇൽമുണ്ട്, ജമാഅത്ത് നമസ്കാരത്തിനെ അടുത്തു. സുന്നത്ത് നോമ്പുകൾക്ക് ശ്രേഷ്ഠതയുണ്ട് എന്ന് സുന്നത്ത് നോമ്പുകൾ അനുഷ്ഠിക്കും. പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോഴുള്ള പ്രാർത്ഥനയുണ്ട്, പ്രാർത്ഥിച്ചു. അങ്ങനെ അറിയുകയും ചെയ്യും. അറിവനുസരിച്ചുകൊണ്ട് നന്നായി അതൊക്കെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന നല്ല കുറച്ച് മനുഷ്യരുണ്ട്. രണ്ടാമതൊരു വിഭാഗമുണ്ട്, ഇൽമുൻ, അവർക്ക് നല്ല ഇൽമൊക്കെയുണ്ട്, വല അമലുൻ, അവർ പ്രവർത്തിക്കാൻ തയ്യാറല്ല. അവർക്ക് ധാരാളക്കണക്കിന് ഇൽമുണ്ട്, പല കാര്യങ്ങളും കേട്ടവരാണ്, വായിച്ചവരാണ്. കൊല്ലക്കണക്കിന് മദ്രസയിൽ നിന്ന് നമ്മൾ തുടങ്ങിയ ഇൽമാണ്. വീട്ടിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന്, ദീനീ സ്ഥാപനങ്ങളിൽ നിന്ന്, സംവിധാനങ്ങളിൽ നിന്ന് എന്തെല്ലാം ഇൽമു പഠിച്ചു. പക്ഷേ അതിനനുസരിച്ച് യാതൊരു പ്രവർത്തനങ്ങളും അവരുടെ കൈകളിലില്ല. അവന് പഠിച്ച പ്രാർത്ഥനകൾ അവൻ ചെയ്യാറില്ല. അവന് ലഭിച്ചിരിക്കുന്ന അദബുകളുണ്ട്, അദബ് അവൻ ശീലിക്കാറില്ല. ഇൽമില്ലാത്ത പ്രശ്നമല്ല, ചെയ്യാത്തതിന്റെ പ്രശ്നമാണ്. ഉലമാക്കന്മാർ പറഞ്ഞു, അവർ മഗ്ദൂബാണ്, ജൂതന്മാരെ പോലെ അള്ളാഹുവിന്റെ കോപം കിട്ടുന്ന വിഭാഗമാണ്. ശ്രദ്ധിക്കണം. 3, അമലുൻ, ചില ആളുകളുണ്ട്, അവർ ഒരുപാട് കർമ്മങ്ങൾ ചെയ്യും, ബിലാ ഇൽമിൻ, ഒരു കാര്യം പഠിക്കില്ല. മറ്റേ ആളുകൾ നന്നായി അവനെ പ്രവർത്തിക്കും, പക്ഷെ അവർ ഇൽമുണ്ടാക്കില്ല. ഇവർക്ക് തിരിച്ചാണ്, ഇവർ നന്നായി പ്രവർത്തിക്കും, ഒന്നും പഠിക്കില്ല. എന്റെ സുഹൃത്തുക്കളെ, നമ്മൾ ആലോചിക്കും, ഇവരെ പറ്റി പല പണ്ഡിതന്മാർ രേഖപ്പെടുത്തി ളാലീനാണ്, പഴച്ചവരാണ്. ഇസ്ലാമിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, ചെയ്യാൻ പാടില്ല എന്ന് അറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കി പ്രവർത്തിക്കണം. ഒരു നമസ്കാരത്തിന്റെ കാര്യത്തിൽ ആ നമസ്കാരം ചെയ്യുന്നതിന്റെ രൂപം, അതിന്റെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതിന്റെ നജസ് എന്താണ്, തൊഹൂർ എന്താണ്, ത്വാഹിർ എന്താണ്, ഇത് പഠിക്കണം. ഒരു നോമ്പ് ശഅബാനിൽ നമ്മൾ നോക്കുമ്പോൾ ഇത് ഇസ്ലാമിലുണ്ടോ, നബിന്റെ ചര്യയിലുണ്ടോ, സഹാബത്തിനുണ്ടോ, മദ്ഹബിന്റെ ഇമാമിക്കണോ? ഈ വിഷയത്തിൽ എന്താ പറഞ്ഞത്? ശഅബാൻ 15 മാത്രം ഒരു നോമ്പ് ഏതെങ്കിലും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ശഅബാനിൽ നോമ്പുണ്ട്, എല്ലാ തിങ്കളും വ്യാഴവും നോമ്പുണ്ട്, കഴിയാവുന്ന ദിവസങ്ങളിലൊക്കെ നോമ്പുണ്ട്. ശഅബാൻ 15 നോമ്പുണ്ട്, 14-നും 13-നും ഉണ്ട്. 15 മാത്രം ഒരു നോമ്പില്ല. ബറാഅത്ത് നോമ്പ് എന്ന് പറയുന്ന ഒരു നോമ്പ് ഇസ്ലാമിൽ ഉണ്ടോ ഇല്ലയോ എന്ന് അവനറിയില്ല. അവൻ കേൾക്കുന്നു, നോമ്പെടുക്കുന്നു. മിഅ്റാജ് നോമ്പ് ഉണ്ടോ ഇല്ലെന്ന് അവൻ അറിയില്ല, അവൻ പഠിക്കുന്നില്ല, അവൻ മനസ്സിലാക്കുന്നില്ല, സമൂഹത്തിൽ അങ്ങനെ കാണുന്നു, അവൻ അത് ചെയ്യുന്നു. 100 റക്അത്ത് വരെ നിസ്കരിക്കുന്ന ആളുകൾ ശഅബാൻ 15 രാത്രി റഗായിബ് എന്ന പേരിൽ 100 റക്അത്ത് നമസ്കരിക്കുന്ന ആളുകളുണ്ട്. ഇതൊക്കെ ഇസ്ലാമിലുണ്ടോ? അതൊന്നും അവൻ അറിയില്ല. അവൻ പലതും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു, ബിലാ ഇൽമിൻ, ഒന്നും പഠിക്കാതെ. ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. നമ്മൾ നമുക്കെതിരായി കൊണ്ടുള്ള അവസ്ഥ വരാതിരിക്കാൻ അള്ളാഹുവിന്റെ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച എന്തെല്ലാം കാര്യങ്ങളുണ്ട്. നമ്മളെല്ലാം അങ്ങ് അറിയാതെ അങ്ങോട്ട് പ്രവർത്തിക്കും. പിന്നീട് മാസങ്ങൾ കഴിഞ്ഞിട്ട് സംശയം ചോദിക്കുക. അതല്ല, ചെയ്യുന്നതിന് മുമ്പ് പഠിക്കണം.